ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന വീഴ്ചയ്ക്ക് പിന്നാലെ തുടരെയുള്ള തിരിച്ചടികൾ ബിജെപിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലും എൻഡിഎ സഖ്യത്തിന്റെ കപ്പലിപ്പോൾ ആടിയുലയുകയാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിലും അസ്വാരസ്യങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് മഹാരാഷ്ട്രയിലെ മഹായുതിയിലെ ഉൾപ്പോരും മറനീക്കി പുറത്തേക്ക് വരുന്നത്. എൻസിപിയിലെ അജിത് പവാർ വിഭാഗവുമായുള്ള ബിജെപി കൂട്ടുകെട്ടിനെതിരെ RSS ബന്ധമുള്ള മറാത്തി ആഴ്ചപ്പതിപ്പ് വിവേക് രംഗത്തെത്തിയതാണ് സഖ്യത്തിലെ മുറുമുറുപ്പിന് കാരണം. എൻസിപിയുമായുള്ള സഖ്യത്തോടെ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ വികാരം ബിജെപിക്കെതിരെ തിരിഞ്ഞെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചെന്നുമാണ് വിവേകിൽ പറയുന്നത്. പാർട്ടി സംഘാനുഭാവമുള്ള 200ഓളം പേരുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ അജിത് പവാറുമായുള്ള കൂട്ടുകെട്ട് ഭാവിയിലും ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. 48 ലോക്സഭാ സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഇത്തവണ മഹായുതി സഖ്യം നേരിട്ട തിരിച്ചടിക്ക് ഇതും പ്രധാന കാരണമായെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ, ശരത് പവാർ, കോൺഗ്രസ് കൂട്ടുകെട്ടിലുള്ള മഹാവികാസ് അഘാഡി സഖ്യം 30 സീറ്റ് നേടിയപ്പോൾ ബിജെപി വിജയിച്ചത് വെറും 9 സീറ്റിൽ മാത്രമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഊർജം പകരുന്നതായിരുന്നു ഈ ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യമായി മത്സരിക്കുമെന്ന് ഇതിനകം മഹാവികാസ് അഘാഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് അവർ കടന്നെന്ന് സാരം. സീറ്റ് ചർച്ചകൾ ഉൾപ്പെടെ സഖ്യത്തിന് മുന്നിൽ വലിയ കടമ്പകൾ ബാക്കിയുണ്ടെങ്കിലും തങ്ങൾക്കിടയിൽ വല്യേട്ടനില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ ശക്തിയുള്ള സഖ്യമാണ് തങ്ങളെന്ന പ്രതീതി ഉണ്ടാക്കുകയാണ് സഖ്യം ചെയ്തത്. അജിത് പവാറിനോടും എൻസിപിയോടുമുള്ള ഐത്തം ആദ്യമായല്ല RSS പ്രകടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ RSS മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തിയിരുന്നു. എൻസിപി കൂട്ടുകെട്ടിനെ രാഷ്ട്രീയ മണ്ടത്തരം എന്നായിരുന്നു ഓർഗനൈസറിലൂടെ RSS സൈദ്ധാന്തികൻ രത്തൻ ഷാർദ വിമർശിച്ചത്. എൻസിപിയെ ബിജെപി സഖ്യത്തിലേക്ക് ചേർത്തത് അവരുടെ ബ്രാൻഡ് മൂല്യം തകർത്തെന്നും കടന്നാക്രമിക്കുകയുണ്ടായി. അത് അഭിപ്രായം വ്യക്തിപരമെന്ന് പറഞ്ഞ് ബിജെപി വിഷയത്തെ ലഘൂകരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് RSS വീണ്ടും നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് ദേവേന്ദ്ര ഫട്നാവിസിനും ബിജെപിക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കലെത്തി നിൽക്കെ അജിത് പവാർ പക്ഷത്തെ തള്ളുന്ന വിവേകിലെ റിപ്പോർട്ട് പക്ഷേ പ്രത്യയശാസ്ത്രപരമായി ബിജെപിയോട് അടുത്തു നിൽക്കുന്ന ശിവസേനയുമായുള്ള കൈകോർക്കലിനെ സ്വാഭാവികമെന്നാണ് വിലയിരുത്തുന്നത്. അത് ശ്രദ്ധേയമാണ്. ബിജെപി സഖ്യത്തിലുള്ള അജിത് പവാറിന്റെ പ്രവേശനത്തിൽ തുടക്കം മുതൽ മുറുമുറുപ്പിലായിരുന്നു ഏക്നാഥ് ഷിൻഡെ. അദ്ദേഹത്തിന് ആശ്വാസമാണിത്. വിവേക് റിപ്പോർട്ട് ബിജെപിയെ പരുങ്ങലിലാക്കുമ്പോൾ ആയുധമാക്കുകയാണ് ഇന്ത്യ സഖ്യം. മഹായുതി സഖ്യം അജിത് പവാറിനെ അകറ്റുന്നതിന്റെ ആദ്യ ലക്ഷണമാണ് വിവേകിലൂടെ പുറത്തു വന്നതെന്നും അജിത് പവാറിന് സഖ്യം വിടാനുള്ള സമയമാണെന്നും പറയാതെ പറയുകയാണെന്നാണ് എൻസിപി ശരത് പവാർ വിഭാഗം പ്രതികരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും മഹായുതി സഖ്യത്തിന് ശുഭസൂചനയായിരുന്നില്ല. സിറ്റിംഗ് സീറ്റിൽ പലതിലും മഹായുതി സഖ്യം പിന്നിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലും വിലക്കയറ്റത്തിലും പകച്ചുനിന്ന ബിജെപിക്ക് മുന്നിലേക്കാണ് വിവേകിന്റെ റിപ്പോർട്ട് കൂടിയെത്തുന്നത്. അജിത് പക്ഷ എൻസിപി സഖ്യത്തെ തള്ളുമോ കൊള്ളുമോ ബിജെപി എന്നതാണ് ശ്രദ്ധേയം. അതിനുശേഷമുള്ള RSS നിലപാടും നിർണായകമാകും.